ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2703 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 227 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 232 പേരാണ് അറസ്റ്റിലായത്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്ന ദൌത്യമാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. നിയമസഭാ ചേംബറിൽ രാവിലെ 11:30 യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗം വിലയിരുത്തും. ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിസ്ഥിതി സംഗമം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവകേരളത്തിനായി ജലസുരക്ഷാ സമീപന രേഖയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ ഭൂവുടമകൾ ഭൂമി വിട്ടൊഴിയേണ്ടെന്ന് നിർദ്ദേശം. ദുരന്തബാധിത പ്രദേശത്തെ ഭൂമി, വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയവ വിട്ടൊഴിയണമെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയതായി അധികൃതർ അറിയിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭൂവുടമയ്ക്ക് മാത്രമായിരിക്കും. ദുരന്തഭൂമിയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തികളും തുടരാം. വയനാട് പുനരധിവാസ ടൌൺഷിപ്പിനുള്ള 1ാംഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സമ്മതപത്രം നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 122 ഗുണഭോക്താക്കളാണ് ഇതുവരെ സമ്മതപത്രം നൽകിയത്. ടൌൺഷിപ്പിൽ വീട് വേണോ, സാമ്പത്തിക സഹായം വേണോ എന്നത് പരിശോധിച്ച ശേഷം ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. ക്ഷയരോഗം തുടച്ചു നീക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ക്ഷയരോഗ നിവാരണത്തിനായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. 100 ദിവസത്തെ ക്യാമ്പയിനിലൂടെ 5588 ക്ഷയരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാനായതായും മന്ത്രി വ്യക്തമാക്കി. ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. 30-അംഗ ദേശീയ കൌൺസിൽ അംഗങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. പാലക്കാട് മലമ്പുഴ ഡാമിന് സമീപം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പര്യവേഷണത്തിൽ മഹാശിലാ നിർമ്മിതികൾ കണ്ടെടുത്തു. 45 ഹെക്ടറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 110-ലധികം മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തിയതായി ASI സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വലിയ ഗ്രാനൈറ്റ് പാളികളും പാറക്കല്ലുകളും ഉപയോഗിച്ചാണ് സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്, കോഴിക്കോട് അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇന്ന് വ്യാപകമായി വേനൽമഴ ലഭിച്ചു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 19 സ്വർണം ഉൾപ്പെടെ 45 മെഡലുകളുമായി തമിഴ്നാടാണ് 1ാം സ്ഥാനത്ത്. ഹരിയാന 2ാമതും രാജസ്ഥാൻ 3ാം സ്ഥാനത്തുമാണുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 44 റൺസ് ജയം. 287 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ രാജസ്ഥാന് നിശ്ചിത ഓവറിൽ 242 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. സംസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമിരിക്കുന്ന 3 ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി നാളെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും 2ാം റീച്ച് 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. 8.7 കിലോമീറ്റർ നീളമുള്ള കാളിക്കാവ് കരുവാരക്കുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് 5 ആഴ്ചകളോളം ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ഇന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ആശുപത്രി വിട്ടെങ്കിലും 2 മാസത്തോളം വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 22 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഇവരിൽ 2 വനിതാ നക്സലൈറ്റുകളും ഉൾപ്പെടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.